കീർത്തി സുരേഷ് ആരാണെന്ന് അറിയോ? ഇപ്പോഴത്തെ വലിയ ആക്ട്രസ് അല്ലേ? അത് ഓഫ് കോഴ്സ്. ബട്ട് ആരുടെ മകളാണെന്ന് അറിയോ? മേനക മാമിന്റെ. അപ്പൊ സുരേഷ് ഇല്ലേ? അച്ഛനുണ്ട്. ഭയങ്കര പോപ്പുലർ. സുരേഷിന്റെ മേനകയുടെ മകളാണ് കീർത്തി. എന്തായാലും കീർത്തി സുരേഷ് ഉത്തരം നൽകി. അതൊക്കെ ശരി. ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആരുടെ നായികയാവണം? നായികയൊന്നും ആയില്ല. വേണ്ട, വെറുതെ അതുവഴി ഒരു പാസിംഗ് ഷോട്ട്. അത് പറ്റൂല. പിന്നെ ഡയലോഗ് വേണം. ഡയലോഗ് വേണം. ഒന്ന് നോട്ട് ചെയ്യണം. ഇതിപ്പോ സ്ക്രീനിൽ കാണുമ്പോ ഇത് അമൃതയല്ലേ എന്ന് ആൾക്കാരെ നോട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കണം നായകൻ എന്നുള്ളതാണ് സങ്കല്പം. നായകനോ? ഈശ്വരാ, പറയണോ? പറഞ്ഞു. എനിക്ക് ടൊവിനോനെ ഭയങ്കര ഇഷ്ടമാണ്. ടൊവിനോ. അപ്പൊ ടൊവിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. പുള്ളിയുടെ സിനിമയിലെല്ലാം ഒരുപാട് കിസ്സിങ് സീനുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ അല്ല, അതിപ്പോ നായകനാവണമെന്നില്ല, സിസ്റ്റർ ആവാം. എനിക്ക് സിസ്റ്റർ ആയിട്ട് ചെയ്താൽ മതി. അല്ല, അങ്ങനല്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ആരുടെ നായികയാവണമെന്ന് ചോദിച്ചപ്പോൾ ടൊവിനോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ടൊവിനോയുടെ ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ സീൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുഴപ്പമില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ച കൂട്ടുകാരന് കുഴപ്പം വരുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. ഞാൻ കയ്യിൽ ഒരു എന്താണ് ആ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണത്? ഇതൊരു ടാറ്റു ആണ്. ഇത് എന്താണ് സംഭവം? ഇത് എന്താ സാറിനുണ്ട്? എന്താ തോന്നണേ? കണ്ടിട്ട് തേളാണോ പുഷ്പമാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ? പക്ഷേ സാറിനെ പോലെ തന്നെയാണ്. എല്ലാരും കാണുമ്പോ ആദ്യം പറയുന്നത് തേളെന്നാണ് പറയണേ. അത് ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഡിസൈനിൽ ചെയ്തതാ. ശരി. അല്ല, സ്വന്തമായിട്ട് ചെയ്തല്ല. അല്ലല്ല. ആര് പറഞ്ഞിട്ട് ചെയ്താ? ഇത് ഞാനൊരു പേര് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പേര് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തതാണ്. ആ പേരും വെച്ചോത്തിയാണ്. അയ്യോ, അത് പറയണ്ടായിരുന്നു. അല്ലേ? എന്ത് വണ്ടിയാ ഇപ്പൊ എല്ലാം പുറത്തു വന്നില്ലേ? അപ്പൊ ഒരു പേരവിടെ കുത്തിയിരുന്നു. ആ പേര് മായ്ക്കാൻ വേണ്ടിട്ട് ഒരു ചിത്രശലഭത്തിന് വെച്ചു. അപ്പൊ അങ്ങനെ ആ പേര് മാഞ്ഞു. ആ പേര് മാഞ്ഞു. ഇനി ഈ കയ്യിൽ ഏതാ പേര് എഴുതാൻ പോണേ? ഒരിക്കലും ഇല്ല. അങ്ങനെ കള്ളം പറയരുത്. ഇല്ല, ഞാൻ ജീവിതത്തിൽ ആരുടെയും പേര് ടാറ്റു ചെയ്യില്ല. അത്ര പ്രശ്നമായിരുന്നു ആ പേര്? ആണോ? പേരെന്തായിരുന്നു? പേര് പറയില്ല. പത്മനാഭൻ പിള്ള എന്നായിരുന്നു? അല്ല. വേലായുധൻ പിള്ള എന്നായിരുന്നു? അല്ല. ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു? അല്ല. എന്തരായിരുന്നു പേര്? ഒരു പേര്. തുടക്കം എന്തായിരുന്നു? എസ്. അപ്പൊ ശ്രീകുമാർ എന്നാവാം. അല്ലെന്ന് ആണോ? ശ്രീ ആയിക്കോട്ടെ, നല്ല ഐശ്വര്യമുള്ള പേര്. പക്ഷെ അത് മാച്ചു കളഞ്ഞു. അപ്പൊ ഇനി ഇവിടെ ഹരി എന്ന് എഴുതിയാ മതി. ഹരി ശ്രീ ഇല്ലേ? ഇനി ആ പരിപാടിക്കേ ഇല്ലല്ലേ? ഇല്ല. എന്തായിരുന്നു പറ്റിയത്? അല്ല, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സ്വരച്ചേർച്ചകൾ ഉണ്ടായി. സ്വരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആലിപ്പയം ആ സ്വരോ? അല്ല, നമ്മളിങ്ങനെ ഒത്തു പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോ. ഒത്തു പോകുന്നില്ലെന്ന് എപ്പോഴാ മനസ്സിലായത്? എത്ര വർഷം കഴിഞ്ഞാ മനസ്സിലായത്? 1 year. ഒറ്റ വർഷം കൊണ്ട് മനസ്സിലായി. എനിക്കറിയണ്ടേ എന്ത് പോയിന്റിലാണ് ഈ ഒരസല് വന്നത്? അങ്ങനെ ഇന്ന പോയിന്റ് ഒന്നുമില്ല. ഞങ്ങൾ എപ്പോഴോ ഇങ്ങനെ എന്തോ എനിക്ക് അറിയത്തില്ല, ഏതൊരു സിറ്റുവേഷൻ. എവിടെ വെച്ചായിരുന്നു ആ പോയിന്റ്? അതെനിക്കറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ഇല്ല. അപ്പൊ എല്ലാം ഒളിക്കുകയാണ്. അപ്പൊ ഞാന് കുടുംബ വിളക്കിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും പറയാണ്, എന്നെ കൊണ്ട് കഴിവതിന്റെ മാക്സിമം ഞാൻ എടുത്തിട്ട് തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കൈകാര്യം ചെയ്തു. ഓക്കെ? എന്റെ ദൈവമേ.